ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദുബായിൽ വന്ന നാൾ തൊട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡെയറയിലുള്ള ഫിഷ് മാർക്കറ്റിൽ പോയി അവിടുത്തെ കാഴ്ചകൾ പകർത്തുകയും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. ഞായറാഴ്ച രാവിലെയാണ് ഞങ്ങൾ പോകാനായി തിരഞ്ഞെടുത്തത്. ഡെയറ ഫിഷ് മാർക്കറ്റ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ പോയി കഴിഞ്ഞാൽ തിരക്കില്ലാതെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിലെത്തി. ഫിഷ് മാർക്കറ്റ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ തന്നെ ലുലുവിൻ്റെ ഒരു വലിയ ഹൈപ്പർ മാർക്കറ്റുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും വലിയ ഒരു മാർക്കറ്റുമുണ്ട്. കൂടാതെ ഒട്ടനവധി ഷോപ്പുകളുമുണ്ട്. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. അടുത്തിടെയായി തുടങ്ങിയ ജീവനുള്ള മത്സ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ഏരിയയിലേക്കാണ് ആദ്യം പോയത്. ഫിഷ് മാർക്കറ്റിലെത്തുന്ന സഞ്ചാരികൾക്കും മറ്റുള്ളവർക്കും ഇത് വലിയ ഒരു കാഴ്ച തന്നെയാണ്. എന്തെല്ലാം തരത്തിലുള്ള മത്സ്യങ്ങളുടെ ശേഖരമാണിവിടെ. എനിക്കിത് വളരെ ആകർഷകമായിട്ട് തോന്നി. ഈ ഫിഷ് മാർക്കറ്റിൽ 450-ലധികം സ്റ്റോളുകൾ ഉള്ളതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഓരോ സ്റ്റോളിനും പേരും നമ്പരുമുണ്ട്. ആദ്യമായി പറയാനുള്ളത് ഇവിടുത്തെ വൃത്തിയെപ്പറ്റിയാണ്. ഇത്രയും വൃത്തിയുള്ള ഒരു ഫിഷ് മാർക്കറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ കുറച്ച് ഞണ്ട് വാങ്ങണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ ഞണ്ട് ധാരാളമായി കണ്ട ഒരു സ്റ്റോളിലേക്കാണ് പോയത്. അവിടെ നിന്ന സുന്ദരനായ ചെറുപ്പക്കാരൻ ഒരു പാകിസ്ഥാനി ആയിരുന്നു. അവരാദ്യം ഒരു വില പറഞ്ഞെങ്കിലും ഞങ്ങൾ വില പേശി ന്യായമായ വിലക്കാണ് വാങ്ങിയത്. അവിടെ ഞണ്ട് കൂടാതെ ചെമ്മീൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് കല്ലുമ്മേക്ക, കക്കയുടെ തന്നെ പല വെറൈറ്റികൾ, കൂന്തൽ, ആഗോലി, മാന്തൽ, അങ്ങനെ ഒത്തിരി മീനുകൾ. ഞങ്ങൾ വീഡിയോ ചെയ്യുന്ന കണ്ടപ്പോൾ എല്ലാ കടക്കാരും നല്ല സഹകരണമായിരുന്നു. വിവിധ മീനുകളെപ്പറ്റി പറഞ്ഞു തരികയും വീഡിയോ ചെയ്യാനായി നമ്മുടെ കൈകളിലേക്ക് മീൻ വെച്ച് തരികയൊക്കെ ചെയ്തായിരുന്നു.
ഇവിടെ കണ്ട ജീവനക്കാരിൽ കൂടുതലും പാകിസ്ഥാനികളും ഇന്ത്യക്കാരുമാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പല ടൈപ്പിലുള്ള മീനുകളെയും ഞാനിവിടെ കണ്ടു. എന്നാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മീനുകളും ഇവിടെ ഒരുപാടുണ്ട്. വലിയ മീനുകൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മുറിച്ചു നൽകുകയും ചെയ്യുന്നുണ്ട്. കൊഴുവ കണ്ടപ്പോൾ എനിക്ക് വാങ്ങണമെന്ന് തോന്നി. നല്ല ഫ്രഷ് കൊഴുവയായിരുന്നു. കൊഴുവയും ഞണ്ടും മത്തിയും വാങ്ങി. പിന്നെ പോയ സ്റ്റോളിൽ വലിയ മീനുകളാണ് ഉണ്ടായിരുന്നത്. നെയ്മീൻ്റെ വില ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നാട്ടിലെ വിലയെ അപേക്ഷിച്ച് ഇവിടെ വളരെ വിലക്കുറവാണ്. നെയ്മീനും ലോബസ്റ്ററുമെല്ലാം അവരെൻ്റെ കൈകളിലോട്ട് വെച്ച് തന്നു. നല്ല നാടൻ മത്തിയും കരിമീനും അയലയും കണ്ടപ്പോൾ നല്ല സന്തോഷം. പിന്നെ സ്ലൈസ് ചെയ്ത നെയ്മീനും സാൽമനുമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും ഞങ്ങൾ വാങ്ങിയ മീനുമായി ഫിഷ് ക്ലീനിങ് ഏരിയയിലേക്ക് പോയി. അതും ഇതുപോലെ തന്നെ വിശാലമായ മറ്റൊരു ഏരിയയാണ്. അവിടെ ഫിഷ് ക്ലീനിങ് ഏരിയയിൽ ധാരാളം കൗണ്ടറുകളുണ്ട്. നമ്മൾ വാങ്ങിയ മീൻ അവർ തൂക്കി നോക്കി ചാർജ് നിശ്ചയിക്കും. ക്യാഷ് കൊടുക്കുമ്പോൾ അതിൻ്റെ ടോക്കൺ തരും. മീൻ ക്ലീൻ ചെയ്ത് കിട്ടുന്നതിനായി ഒരു 10-15 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ മീൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടോക്കൺ നമ്പർ അവിടെയുള്ള സ്ക്രീനിൽ തെളിയുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ SMS വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ടോക്കണിൽ പറഞ്ഞിട്ടുള്ള കൗണ്ടറിൽ പോയി ഫിഷ് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഞങ്ങൾ പോയത് എൻ്റെ ഫേവറിറ്റായ ഉണക്കമീൻ സ്റ്റോളിലേക്കാണ്. നമ്മുടെ നാട്ടിൽ പോലും കിട്ടത്തില്ല ഇത്രയും വൃത്തിയിലും വിലക്കുറവിലും ഉള്ള ഉണക്കമീനുകൾ. ഇവിടെ നിന്നും കുറച്ച് കൊഴുവയും മത്തിയും ചെമ്മീനുമൊക്കെ വാങ്ങി. ബീഫ്, മട്ടൺ, ചിക്കൻ സ്റ്റോളിലേക്കാണ്. അവിടെ എല്ലാ ഇറച്ചിയും കൂടാതെ മറ്റു പാർട്സുകളും ലഭ്യമാണ്. അവിടുന്ന് കുറച്ച് ബീഫും നല്ല വൃത്തിയുള്ള
മാർക്കറ്റിനോട് ചേർന്നുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് പിന്നെ പോയത്. ഈ റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ വാങ്ങിയ മത്സ്യം കൊടുത്താൽ അവരത് കുക്ക് ചെയ്ത് തരും. കടലിന് അഭിമുഖമായിട്ടാണ് ഈ ഫിഷ് മാർക്കറ്റും റെസ്റ്റോറൻറ്റുകളും. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നും മടങ്ങി. വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.